വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മുളക് കൃഷിയാണ്, അതായത് പച്ചമുളക് കൃഷി. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഒരു സാധനമാണ് പച്ചമുളക്, അല്ലേ? എന്നും നമുക്ക് പച്ചമുളക് വേണം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. പച്ചമുളക് നടാൻ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ എല്ലാവർക്കും പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ കുരുടി പോകുന്നു എന്നുള്ള ഒറ്റ പരാതിയേ ഉള്ളൂ. സത്യം തന്നെയാണത്. ഞാനും വന്ന വർഷങ്ങളിലൊക്കെ ഇവിടെ നല്ലതുപോലെ മുളകൊക്കെ പലതരത്തിലുള്ള മുളക് നട്ടുപിടിപ്പിച്ചിരുന്നു. ഇഷ്ടം പോലെ പിടിക്കുകയും ചെയ്തു. പിന്നെ ആയപ്പോൾ മുളകെല്ലാം കുരുടാൻ തുടങ്ങി, കാ പിടിക്കുകയില്ല. പിന്നെ അതിൻ്റെ പൂ വരും, അതങ്ങ് കൊഴിഞ്ഞു പോവുകയും ചെയ്യും. പക്ഷെ കാന്താരി മുളക് ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പച്ചക്കറി മുളക് ആണെങ്കിൽ പിടിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പലരുടെയും ചോദിച്ചു, പിന്നെ എന്താണ് ഈ മുളക് കുരുടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവരുടെയും ഗതി ഇത് തന്നെയായിരുന്നു. അവർക്കും ഈ കുരുടൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ കുരുടകം എങ്ങനെയൊന്ന് മാറ്റാമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എന്ത് ചെയ്തെന്നറിയാമോ, ഞാൻ മുളകൊക്കെ പാതി കിളിപ്പിച്ചു. 4 ഇല വീതമൊക്കെ ആയപ്പോൾ അത് പറിച്ച് നട്ടു. അപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, നമ്മുടെ വീട്ടിൽ നമ്മുടെ കിച്ചണിൽ വേസ്റ്റ് ആവുന്ന സാധനങ്ങൾ, അതായത് നമ്മുടെ ഉള്ളിയുടെ തൊലി, വെളുത്തുള്ളി തൊലി, ഇഞ്ചി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലി, നമ്മുടെ വേസ്റ്റ് ചായയൊക്കെ ഇട്ടിട്ട് കളയുന്ന തേയിലയുടെ കൊന്ത്, ഇതെല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഓരോ മുളകിൻ്റെയും മൂട്ടിൽ കൊണ്ടുവന്ന് ഇടാൻ തുടങ്ങി. അത് നല്ലൊരു സാധനമാണ് കേട്ടോ, നല്ലൊരു വളമാണ്. അത് പിന്നെ കിടന്ന് അഴുകുമ്പോഴൊരു രൂക്ഷഗന്ധമുണ്ട്. അത് കീടങ്ങളൊന്നും അടുക്കുകയില്ല. അത് നല്ലൊരു സംഭവമാണത്. പിന്നെ അതുപോലെ തന്നെ മുട്ടത്തോടൊക്കെ ഞാനത് ഒന്നും വലിച്ചെറിഞ്ഞ് കളയാതെ എല്ലാം ഒരു കവറിനകത്താക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ആവശ്യത്തിന് ഇത് ഓംലെറ്റൊക്കെ ആക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചേക്കാം. അത് മിക്സിക്കകത്തിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മൂട്ടിലൊക്കെ കൊണ്ടിടാം. അതെല്ലാം നമ്മൾ പുഴുങ്ങുന്നതും വാട്ടുന്നതൊക്കെ മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് കൈ കൊണ്ട് ഞരടി ഈ ഉള്ളിത്തൊലിയുടെ കൂടെ അതുമൊക്കെ കൊണ്ടുവന്ന് ഇതിൻ്റെ മൂട്ടിൽ ഇട്ടാൽ മതി. നമ്മൾ ഈ ഗ്രോ ബാഗിനകത്താണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അയ്യത്ത് ചെയ്യുമ്പോഴും ഇത് തന്നെ ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് ഗ്രോ ബാഗിനകത്ത് നടന്നതെന്ന് നോക്കാം. ഗ്രോ ബാഗ് ഒരുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിനി മുളക് നടാനായിട്ട് പോവുകയാണ്, നോക്കിക്കോളും. മുളകിൻ്റെ അരി നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് വെച്ചാൽ മുളകിൻ്റെ അരിയൊന്നും വാങ്ങാറില്ല. വീട്ടിൽ നമുക്ക് മുളക് പൊടിക്കാൻ വാങ്ങുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 1 or 2 എടുത്തിട്ട് അതിലേറ്റവും നല്ലത് നോക്കി 2 എണ്ണം എടുത്തിട്ട് നമ്മൾ ഗ്രോ ബാഗിലോ എവിടെയെങ്കിലും നല്ല സ്ഥലത്ത് നമ്മളത് പാകി കിളിപ്പിച്ചാൽ മതി. അല്ലാതെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ മുളകൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പം മുളകരിയൊക്കെ ഗ്രോ ബാഗിൽ നട്ടത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ അതെല്ലാം നല്ലതുപോലെ കിളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എങ്ങനെയാണ് നടന്നെന്ന് നോക്കാം. എല്ലാം ഒരു 4 ഇല പരുവാകുമ്പോഴാണ് നമ്മളിത് നടുന്നത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്കിത് നടാം. അപ്പോൾ നമുക്ക് മുളക് നടാനായിട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ എന്തോടെ അറിയാമോ, ഗ്രോ ബാഗിനകത്ത് നമ്മൾ പഴയ എന്തെങ്കിലും നട്ടിരുന്നതാണെങ്കിൽ അതെല്ലാം വൃത്തിയാക്കിയിട്ട് ആ ചെടി അങ്ങ് പറിച്ച് മാറ്റി കളഞ്ഞിട്ട് അത് നമ്മൾ ഗ്രോ ബാഗിനെ വൃത്തിയാക്കി വെക്കണം. ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി ആ പഴയ വേരൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് സ്വല്പം ആട്ടിൻ കാഷ്ടവും ചാരവും ജൈവവളവും സ്വല്പം കുമ്മായവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ആ മണ്ണിൽ ഇളക്കി വയ്ക്കണം. ഒരു 2 ദിവസം അത് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് അത് മണ്ണും വളമായിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം. 2-3 ദിവസം കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ മുളക് നടാനായിട്ട്. ഇടയ്ക്കാൻ നട്ട ഗ്രോ ബാഗായിരുന്നു. അപ്പം നമ്മളതിൻ്റെ മണ്ണ് എല്ലാം ഒന്നോട് വൃത്തിയാക്കി താഴെ തട്ടിയിട്ടൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് ഇളക്കിയിട്ടു. അതിൻ്റെ വേരെല്ലാം മാറ്റി, കണ്ടല്ലോ, അതിൻ്റെ വേരൊന്നുമില്ല എപ്പോഴും. എന്നിട്ട് അതിൽ സ്വല്പം ആട്ടിൻ കാഷ്ടവും ചാരവും കുമ്മായം ഇട്ടു, 1 പിടി കുമ്മായം ഇട്ടു, 1/2 പിടി ജൈവവളം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ്. 2 ദിവസം കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണിത്. 2 ദിവസം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഈ മണ്ണും വളവും കൂടി ഒന്ന് സെറ്റായതിന് ശേഷം വേണം നമ്മൾ ഈ മുളക് പറിച്ച് നടാനായിട്ട്. അപ്പം മുളക് ഞാൻ അതിലോട്ട് നടാൻ പോവുകയാണ്. ചെറിയൊരു കുഴി എടുത്തിട്ട് ഈ മുളക് അതിലോട്ട് നട്ടു. അതിൻ്റെ മൂടൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ കല്ലും കട്ട എല്ലാം മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരാഴ്ച ഒന്നും ഇതിനകത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 4-5 ഇലയും കൂടെ വന്നതിന് ശേഷം നമുക്ക് സ്വല്പം വളവും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾ അത്യാവശ്യം വളമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിനകത്ത് ഈ മുളക് തൈ വെച്ചിരിക്കുന്നത്. ഒരു 2 ആഴ്ച കൂടെ കഴിയുമ്പോൾ സ്വല്പം കൂടെ ഒക്കെ വളരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വളമിട്ട് കൊടുക്കണം. കാരണം ഈ ഗ്രോ ബാഗിനകത്തായതുകൊണ്ട് അതിന് പുറത്തോട്ട് അതിൻ്റെ വേര് പോയിട്ട് വളം വലിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ഗ്രോ ബാഗ് ആയതുകൊണ്ടും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളം ഇട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മളതിൽ നടുന്ന ചെടികളൊക്കെ നന്നായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇടേണ്ട വളമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമ്മൾ വേസ്റ്റ് ആവുന്ന സാധനങ്ങൾ, അതായത് ഉള്ളിയുടെ തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെ
വെളുത്തുള്ളി, മുട്ടത്തോട്, അതുപോലെ ചായ ഇടുന്നതിൻ്റെ തേയിലയുടെ കൊന്ത്. ഒരാഴ്ചയും കൂടെ ആയി, 3-4 ഇലയും കൂടെ വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഉള്ളിത്തൊലിയും മുട്ടത്തോടും എല്ലാം ഇട്ടിട്ടുണ്ട്. തേയിലയുടെ കൊന്ത് എല്ലാം ഇട്ടിരിക്കുകയാണ്. ഇങ്ങനെയും പൊടിച്ച് ചേർക്കാം, മിക്സിയിലിട്ടും പൊടിച്ച് ചേർക്കാം. ഇപ്പം കായൊക്കെ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുരുടിപ്പൊന്നും വന്നിട്ടില്ല. എല്ലാത്തിനും നിറയെ പൂവ് വരുന്നുണ്ട്. മുകളിൽ വരുന്നുണ്ട്, പൂവൊക്കെ വന്നിട്ടുണ്ട്, കായൊക്കെ പിടിക്കുന്നുണ്ട്. കണ്ടില്ലേ, വേണ്ട ഇഷ്ടംപോലെ അങ്ങനെ പിടിക്കുന്നുണ്ട്. ആദ്യം പിടിച്ചതൊക്കെ ഇങ്ങനെ വിത്തിന് നിർത്തിയിരിക്കുകയാണ്. നല്ലതുപോലെ വരുന്നുണ്ട്. താഴെ മുതലേ ദണ്ട പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ. പിന്നെ ഒരു കാര്യം പറയാനുള്ളതുണ്ട് കേട്ടോ. നമ്മൾ മുളകൊക്കെ നടുമ്പോഴും നമ്മളൊരു കമ്പ് അല്ലെങ്കിൽ കമ്പി വെച്ച് നമ്മളിതിന് താങ്ങ് കൊടുക്കണം. അല്ലെങ്കിൽ ഇനി മഴ സീസണൊക്കെ ആയാലും ഇത് കാറ്റൊക്കെ അടിക്കുമ്പോഴും വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മഴയും കാറ്റുമൊക്കെ ആണല്ലോ. അപ്പോൾ ഇത് കെട്ടി വെച്ച് കൊടുത്താൽ അത് നല്ല ബലത്തിൽ അവിടെ നിന്നോളും. ഇപ്പം ജൂൺ മാസത്തിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ ജൂൺ മാസത്തിലൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നിങ്ങൾ നടുമ്പോൾ അത് ഷെയ്ഡിൻ്റെ കീഴിലോട്ടൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഡയറക്റ്റ് അതിൽ മഴവെള്ളം വീണാൽ അത് തറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതല്ല ജൂലൈ അവസാനമൊക്കെയാണ് നടുന്നെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പം മുളക് തൈ ഞാൻ 3-4 കവറിനകത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഇടയ്ക്കൊക്കെ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും വളം ഇട്ട് കൊടുക്കണം. ഒരു 1.5 മാസം ആകുമ്പോഴത്തേക്ക്, ഒരു 45 ദിവസം ആകുമ്പോഴത്തേക്കിനകത്ത് കായൊക്കെ പിടിച്ച് തുടങ്ങും. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ ചെടിയൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അതിനകത്ത് പൂവൊന്നും കൊഴിഞ്ഞു പോകാതെ എല്ലാത്തിനും നല്ലതുപോലെ കാ വന്നിട്ടുണ്ട്. വളരെയധികം സന്തോഷമായിട്ടുണ്ട് ഈ പ്രാവശ്യം എനിക്ക്. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് പോയി ഇതിൻ്റെ എല്ലാം ഓരോ ദിവസത്തെയും വളർച്ച എനിക്ക് കാണണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇതിൻ്റെ വളർച്ചയൊക്കെ കാണുന്നത്. എത്രമാത്രം വളർന്നു എന്നൊക്കെ ഒന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഓരോ വളം മാറി മാറി കൊടുക്കണം. ഒന്നാമതായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലതാണ്. അതൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ മൂട്ടിൽ കൊണ്ടൊഴിക്കുന്നതും അതിൻ്റെ ഇലയിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോമൂത്രമായാലും നമ്മുടെ ഈ ആട്ടിൻ തൊഴുത്ത്, പശു തൊഴുത്ത് ഒക്കെ കഴുകുന്ന വെള്ളം, അത് ഒരുപാട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ കഴുകുമ്പോൾ അത് ഒരുപാട് വെള്ളം ചേരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് അതിൻ്റെ മൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതുപോലെ പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാണകമൊക്കെ വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അഥവാ വാങ്ങുകയാണെങ്കിൽ തന്നെയും അത് സ്വല്പം വെള്ളത്തിനകത്ത് ഒരു പഴയ ബക്കറ്റിനകത്ത് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടിരുന്നിട്ട് അത് പിന്നെ ഡൈല്യൂട്ട് ആക്കിയിട്ട് ഈ ചെടിയുടെ ഈ മുളകിൻ്റെ മൂട്ടിൽ കൊണ്ടുവന്ന് ഒഴിച്ചാൽ നല്ല വളമാണത്. എല്ലാ ചെടികൾക്കും നല്ലതാണ്. അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ കിച്ചണിൽ വേസ്റ്റായ സാധനങ്ങൾ, എന്ന് വെച്ചാൽ ഉള്ളിയുടെ തൊലി, അതൊക്കെ നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്നതാണ്. അതൊക്കെ പ്രയോജനപ്പെടുത്തണം. അത് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഉള്ളിയുടെ തൊലി, വെളുത്തുള്ളി തൊലി, ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയ, ഇഞ്ചിയുടെ തൊലിയ, പിന്നെ മുട്ടത്തോട്, നമ്മൾ ചായയൊക്കെ ഇട്ട് കഴിയുന്ന തേയിലക്കൊന്ത്, അതൊക്കെ വെറുതെ നമ്മൾ വെള്ളത്തിൽ കലക്കിയും കളയുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്താക്കി വെച്ചിരുന്നിട്ട് ഈ ഓരോ മുളകിൻ്റെ മൂട്ടിലും അല്ലെങ്കിൽ ഓരോ പച്ചക്കറിയുടെ മൂട്ടിൽ കൊണ്ടിട്ടിരുന്നാലും, പ്രത്യേകിച്ച് ഈ മുളകിൻ്റെ മൂട്ടി കിട്ടപ്പോഴാണ് എനിക്ക് വളരെയധികം ഗുണം കിട്ടിയത്. ഇതെല്ലാം ഇതിൻ്റെ മൂട്ടിലിടുമ്പോൾ ഒരു രൂക്ഷ ഗന്ധമാണ്. അപ്പോൾ ഈ കീടങ്ങളൊന്നും അതിൻ്റെ അടുത്തോട്ട് അടുക്കുകയില്ല. അല്ലാതെ ഞാനിത് വേറെ മരുന്നുകളൊന്നും ഇതിനകത്ത് കീടനാശിനികളൊന്നും തളിക്കാറൊന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. എന്നാലും ഇപ്രാവശ്യം നല്ലതുപോലെ മുളക് പിടിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നല്ല മാറ്റമാണ് അതുണ്ടാകുന്നത്. കുരുടുകയില്ല. പച്ചമുളകിനകത്ത് നല്ലതുപോലെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ, നല്ല ഇഷ്ടം പോലെ പൂക്കളും വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരു സന്തോഷമായി. എന്തായാലും പച്ചമുളക് പിടിക്കാൻ തുടങ്ങിയല്ലോ. ഈ മുട്ടത്തോടാണെങ്കിലും നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ പൊടിച്ച്, എന്നാലും മിക്സിയിലിട്ട് പൊടിക്കുന്ന വെച്ചാൽ നമ്മൾ പുഴുങ്ങിയതും വാട്ടിയതും ഒക്കെ എനിക്ക് അന്നേരം തന്നെ അതിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ട് വെക്കണം. അല്ലാതെ നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കുന്ന മുട്ടയുടെ ആണെന്നുണ്ടെങ്കിലോ വെച്ചിരുന്ന് ഉണക്കിയിട്ട് മിക്സിക്കകത്ത് പൊടിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ടിരുന്നാൽ നല്ല കാൽസ്യത്തിൻ്റെ അളവൊക്കെ നല്ലതുപോലെ കിട്ടുന്നതാണ്. ഇത് ചെടിയുടെ മൂട്ടിൽ മാത്രമല്ല കേട്ടോ, ഞാനിത് കോഴിക്ക് തീറ്റ കൊടുക്കാൻ നേരം അതിലും പൊടിച്ച് ചേർക്കാറുണ്ട്. കോഴിക്ക് കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ, കോഴി തോൽമുട്ടയൊക്കെ ഇടുമ്പോൾ ആഹാരത്തിൻ്റെ കൂടെ ഇത് പൊടിച്ച് കൊടുക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂടൊക്കെ നമ്മളൊന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് നല്ലതുപോലെ തഴച്ച് വളരുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും സമയാസമയങ്ങൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.